നമ്മുടെ ലക്ഷ്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പോൾ അതിൽ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സിൽ ക്രിയാശക്തി തലം എന്ന് പറയുന്ന മനസ്സിലല്ലേ, അതായത് അവിടെയാണ് നമ്മളെ ക്രിയേറ്റീവായിട്ടുള്ള ആ തലം ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു തലമാണ് ക്രിയാശക്തി തലം എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന ഈ തലം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ലക്ഷ്യങ്ങൾ കൊണ്ടുവരിക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് സാധാരണ നമ്മൾ ഒരു നിലവിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ എടുത്തു വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ലക്ഷ്യങ്ങൾ വരുമ്പോൾ തന്നെ ആ ലക്ഷ്യങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്മൃതി തലത്തിൽ കിടക്കുന്ന പഴയകാല അനുഭവങ്ങൾ, പഴയകാല വേദനകൾ, നഷ്ടബോധം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ക്രിയാശക്തി തലത്തെ ബ്ലോക്ക് ചെയ്യും. അതായത് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്രിയാശക്തി തലം യഥാർത്ഥ ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, കൊണ്ടുപോകത്തില്ല. അത് സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നേടിത്തരുന്ന തലമാണ് ക്രിയാശക്തി തലം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഞാനൊന്നും കൂടി പറഞ്ഞെന്ന് മാത്രമാണ്. എന്ത് ചിന്തിച്ചാലും, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും എന്ത് ചിന്തിച്ചാലും അത് നേടിത്തരും. അതായത് ഇന്നലകളുടെ നമ്മളുടെ ചിന്തയാണ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് ഈ ക്രിയാശക്തി തലത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ ബ്രെയിനിലുള്ളതെങ്കിൽ, മോശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സമയം ചിലവാക്കുന്നതെങ്കിൽ നമ്മൾ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകും. കടത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കടം 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 എന്ന് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കടം നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യമാണ്, അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് ഫീലിങ്സ് ആൻഡ് ഇമാജിനേഷൻ. ഈ രണ്ട് കാര്യം മറക്കരുത്. ഫീലിങ്സും ഇമാജിനേഷനുമാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യം. അപ്പോൾ എന്തു ചെയ്യുക, നമ്മളുടെ മനസ്സിൽ ഫീലിങ്സും ഇമാജിനേഷനും വന്നു കഴിഞ്ഞാൽ ഏത് കാര്യം നടക്കും. അത് കടമായാലും ശരി, ഒരു കടക്കാരനാണ് എന്ന് മനസ്സിൽ നമ്മൾ കൂടുതൽ നമ്മൾ അത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ കടക്കാരനായിട്ട് വരും. നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഉള്ളത് നമ്മളിലുണ്ട് എന്ന ചിന്തയും കൂടെ, കടമുണ്ട്, ഓൾറെഡി കടമുണ്ട്, അത് നമ്മൾ തീർക്കേണ്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ കടം മേടിച്ചതിനൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഉപയോഗപ്രദമായ കാര്യത്തിനാണ് നമ്മൾ കടം മേടിച്ചത്. എല്ലാവരും ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കടം മേടിക്കും. കടം മേടിച്ചതിന് ശേഷം ആ കടം തീർക്കുന്ന കാര്യത്തിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ കടത്തിൽ പെട്ടുപോയി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ആ കടം മേടിച്ചത് എന്തിനാണ്? നമ്മൾ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ചേ. കടം മേടിച്ചത് എന്തിനായിരിക്കും? എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യങ്ങൾക്കായിരിക്കും. ഏതെങ്കിലും ഒരു നമുക്കുള്ളൊരു നേട്ടത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അത് തീർക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അത് ഭയങ്കര നേട്ടം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള ഒരു കാര്യം നമ്മൾ മേടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയുടെ കാര്യത്തിനോ വീട്ടിൻ്റെ പണിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ കടം മേടിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക? അത് വീട്ടുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ വെറുതെ സെൻറ്റിമെൻറ്റ്സ് ആവും. അത്തരം ഫീലിങ്സ് നമ്മുടെ ബ്രെയിനിൽ കൊടുത്താൽ നമ്മൾ അറിയാതെ മറ്റേതെങ്കിലും കാരണങ്ങളാൽ നമ്മൾ വീണ്ടും കടത്തിലും പട്ടിണിയിലും ആയിപ്പോവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതേസമയം നമ്മളുടെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇപ്പോൾ ക്രിയാശക്തി തലത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിയാശക്തി തലത്തിന് മുന്നേ ഉള്ള ക്ലാസ് ഏതാണ്? സ്മൃതി തലമാണ്. സ്മൃതി തലത്തിൽ നമ്മളുടെ പഴയ വേദനകളും പഴയ ദുരിതങ്ങളും നമ്മൾ ക്രിയാശക്തി തലത്തിലും അപ്ലൈ ചെയ്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമായിരിക്കും പോവുക. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ഈ കോഴ്സ് മുമ്പോട്ട് പോവുകയാണ്. ഇന്നു മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കുക. അതായത് ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ്സിലൊരു ചായ കിട്ടിയാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഗ്ലാസ്സിൽ പകുതി ചായ കിട്ടിയാൽ നമ്മളെന്താണ്, നമുക്ക് കിട്ടിയ ഭാഗത്തിലേക്ക് നമ്മൾ കൂടുതൽ നോക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യണം. കിട്ടാത്ത ഭാഗത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്. അപ്പോൾ അതേപോലെ
നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള 10 എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും 9 നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭത്തിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയാശക്തി തലം നമ്മളെ ലാഭത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ.